Good afternoon, Miss. Good afternoon. Good afternoon. Okay, can you hear me? Yes. Okay. Yes. Now you can type your attendance. All of you, please mark your attendance. Okay, shall we start? Yes. Okay. And yesterday we have completed our lesson, isn't it? Oliver finds a home, isn't it? Yes. Yes. And any doubt regarding that lesson? Did you read the lesson from your home? Yes. Any doubt? No. No. So we are now moving to the activities, that is read and understand. Talk about it. Okay, page number 9. All of you take page number 9 and we are moving to our activities. Read and understand. Okay. Okay, did you take the page? Yes. Then first one, read section 1. Find these sentences which tell you that something quite terrible happened. So you can see some sentences here. You should identify the sentences with sentences from story or incidents from story. നമുക്ക് ഈ സ്റ്റോറിയിലത്തെ കുറച്ച് സംഭവങ്ങളാണ് ഇവിടെ ഷോർട്ട് ആക്കി തന്നിട്ടുള്ളത്. സ്റ്റോറിയിൽ അത് എവിടെയാണ് പറയുന്നതെന്ന് കണ്ടുപിടിക്കണം. സംതിങ് ക്വയറ്റ് ടെറിബിൾ ഹാപ്പൻ. ഓക്കെ, എന്തോ ഒരു Miss. ഓക്കെ ആരോൺ, that we have done in our offline class, isn't it? Page number. Offline ക്ലാസ്സിലല്ലേ നമ്മൾ അത് ചെയ്തത്? യെസ്, ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ അത് ചെയ്തിട്ടില്ല കേട്ടോ, അതുകൊണ്ടാ. ആരോൺ ഓഫ്ലൈൻ ക്ലാസ്സിന് വന്നപ്പോൾ നമ്മൾ അത് ചെയ്തായിരുന്നു, പക്ഷെ കുറെ ആൾക്കാർ ഓൺലൈൻ ക്ലാസ് മാത്രമല്ലേ കൂടുന്നുള്ളൂ, അതുകൊണ്ടാ. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ സംതിങ് ക്വയറ്റ് ടെറിബിൾ ഹാപ്പൻഡ്. Which incident tells that something quite terrible happened? ഈ സ്റ്റോറിയിൽ എവിടെയാണ് ഇത് പറയുന്നതെന്ന് കണ്ടുപിടിച്ചേ. You can turn your pages and you can find that. Miss, page number. Yes, page number 9. Page number 9. സംതിങ് ഹൊറിബിൾ ഹാപ്പൻഡ്. നമുക്കറിയാം എന്തോ ഒരു പേടിപ്പെടുത്തുന്ന കാര്യം സംഭവിച്ചിട്ടുണ്ട്. അത് സ്റ്റോറിയിൽ എവിടെയാ പറയുന്നതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. യു ഷുഡ് ഫൈൻഡ് വേർ വി ക്യാൻ സീ സംതിങ് ക്വയറ്റ് ടെറിബിൾ ഹാപ്പൻഡ്. ഓക്കെ, something quite terrible happened. Yes, please respond. Yes, which one? Page number 6. Page number 6. My dear Mrs. Melly, my dear Miss Rose, what a terrible shock for you. അതാണ് അതിന്റെ ആൻസർ. ആ ഇൻസിഡന്റ് പറയുന്നതാണ്. മൈ ഡിയർ മിസ്സിസ് മേലി, മൈ ഡിയർ മിസ് റോസ്, വാട്ട് എ ടെറിബിൾ ഷോക്ക് ഫോർ യു. ഡിഡ് യു സീ ദാറ്റ്? Yes. സോ യു ക്യാൻ മാർക്ക് ഇറ്റ് ആസ് A1. അവിടെ A1 എന്ന് എഴുതിക്കോ.
ക്വസ്റ്റ്യൻ നമ്പറിൽ എയില് ഒന്നാമത്തേതല്ലേ, അതുകൊണ്ട് നമുക്ക് A1 എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ, എല്ലാവർക്കും കിട്ടിയോ? ഗോട്ട് ഇറ്റ്? No, miss, പറയാമോ? പേജ് നമ്പർ 6 മൈ ഡിയർ മിസ്സിസ് മേലി, മൈ ഡിയർ മിസ് റോസ്, വാട്ട് ടെറിബിൾ ഷോക്ക് ഫോർ യു. അങ്ങനെ ഒരു സെന്റൻസ് കാണുന്നില്ലേ? ഹിയർ യു ക്യാൻ സീ ദിസ് വൺ. Okay, can you see this? Yes. Yes, that is the answer. So you can mark it as A1. A1 എന്ന് മാർക്ക് ചെയ്തോ. A ക്വസ്റ്റ്യനിലെ ഒന്നാമത്തെ ആൻസർ ആയതുകൊണ്ടാണ് A1 എന്ന് മാർക്ക് ചെയ്യേണ്ടത്. Okay, you can mark it as A1. Okay, then second one, the patient was very ill. Which sentence denotes the patient was very ill? Patient വളരെ കഷ്ടത്തിലാണ്, ഭയങ്കര ക്ഷീണത്തിലായിരുന്നു ഉണ്ടായിരുന്നെന്ന് കാണിക്കുന്ന വരി ഏതാണ്, ടെക്സ്റ്റിൽ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. The patient was very ill. Mrs. Mary, he said he is not in danger. I hope the old lady said. No, that is not the answer. Oh, please, Dr. Losman, will you come upstairs and look at the poor creature? Yes. Oh, please, Dr. Losman, will you come upstairs and look at the poor creature? ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, അതിന്റെ തൊട്ട് താഴെ കാണുന്നത് മൈ ഡിയർ മിസ്സിസ് മെയ്ലി എന്ന് പറഞ്ഞില്ലേ, അതിന്റെ തൊട്ട് താഴത്തെ ലൈൻ, ഓ പ്ലീസ് ഡോക്ടർ ലോസ്ബേൺ, will you come upstairs and look at the poor creature? That is the answer. Okay. Okay. Got it? Here you can see the answer. This one. Oh, please. ഫസ്റ്റത്തെ ആൻസർ നമ്മൾ ആകെ ഇപ്പൊ രണ്ടെണ്ണേ പറഞ്ഞിട്ടുള്ളൂ. ഫസ്റ്റത്തെ ആൻസർ മൈ ഡിയർ മിസ്സിസ് മെയ്ലി, അതിന് A1 എന്ന് മാർക്ക് ചെയ്യുക. ആ ഒരു സെന്റൻസ് ഇപ്പൊ പറഞ്ഞതിന്റെ തൊട്ട് മുകളിലത്തത് മൈ ഡിയർ മിസ്സിസ് മെയ്ലി. ഹിയർ യു ക്യാൻ സീ, ഞാൻ കാണിച്ചു തരാം. ഇതാണ് അതിന്റെ ആൻസർ. ഒന്നാമത്തേത് മൈ ഡിയർ മിസ്സിസ് മെയ്ലി. ആൻഡ്രോസ്, ലുക്ക് ഹിയർ. Here is the answer. Then second question അതിന്റെ തൊട്ട് താഴെ തന്നെ ഉള്ളത് കണ്ടോ? എല്ലാവർക്കും കിട്ടിയോ? Yes. 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 This means the patient was very ill. So patient വളരെ അസുഖമുള്ള, കുറച്ച് സീരിയസ് ആയതുകൊണ്ടല്ലേ ഡോക്ടറോട് പെട്ടെന്ന് തന്നെ വരാൻ പറയുന്നത്. Oh, please, Dr. Losband, will you come upstairs and look at the poor creature? Okay, that's why we can say that this is the answer. Then third one, the people in the house thought the patient was a thief. ആ വീട്ടിലുള്ളവര് അവനൊരു കള്ളനാന്ന് വിചാരിച്ചു. അത് എവിടെയാ പറയുന്നത്? തീഫ് എന്ന് പറയുന്നത് എവിടെയാ? Have you seen this thief? Yes, have you seen this thief? Page number 7. Page number 7 സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉണ്ട്. Have you seen this thief? Have you seen this thief? Okay, here you can see. Have you seen this thief? Have you seen this thief? Okay. Then മൂന്നാമത്തെ കിട്ടിയില്ലേ? A3 എന്ന് മാർക്ക് ചെയ്തു അവിടെ. A3. Then fourth one, the ladies of the house had not seen the thief. The ladies of the house had not seen the thief. ആ വീട്ടിലെ ലേഡീസ് കള്ളനെ കണ്ടിട്ടേ ഇല്ലായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന വരി ഏതാണ്? അവര് കണ്ടിട്ടേ ഇല്ല അതിന് മുന്നേന്നും. Would you like to see him if I come with you? Okay, here you can see the answer. The two ladies looked to their astonishment. They saw a child there fast asleep. Okay, അവർ ആദ്യമായിട്ട് കാണുന്നതാണ്. The two ladies looked to their astonishment. They saw a child there fast asleep. Okay.
In page number 7, you can see the answer. Here you can see the answer. Look at here. The two ladies. Okay, can you see this? Yes. Yes, this is the answer. The two ladies looked mudal fast asleep vare. Okay. Then next. This is the notebook like എഴുതണോ? വേണ്ട. Just mark ചെയ്ത് വെച്ചാൽ മതി. Okay. എഴുതേണ്ടതല്ല. Talk about it. The question is talk about it. Okay. Just ഒന്ന് speak ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ്. Then next one, fifth one, the ladies doubted whether the patient was a thief. The ladies doubted whether the patient was a thief. Which sentence denotes this? What can this mean? Mrs. Mailey asked. This poor child is no thief. He saw young Rose sat with a tear in her eyes. Yes, very good. That is page number 7. What can this mean? You can see the last one here. What can this mean? Okay, can you see this? Last one. What can this mean? Mrs. Mailey asked. This poor child is no thief. He saw young Rose said with tears in her eyes. Tears in her eyes vareyana വേണ്ടത്. Okay. Tears in her eyes. Okay അല്ലേ? Yes. Then next one. We are moving to the next activity. Read section 2 in pairs. Discuss with your partner what did each of these people do to save Oliver. Okay. So here you can see the names of some characters in our story and you should say that what did these characters do to protect or to save Oliver. ഇവിടെ നിങ്ങൾക്ക് ക്യാരക്ടേഴ്സിന്റെ പേര് കാണാം. ഈ ക്യാരക്ടേഴ്സ് എങ്ങനെയൊക്കെയാണ് ഒലിവറിനെ ഹെൽപ്പ് ചെയ്തത്? ഈ ലെസണിൽ ഒലിവറിനെ എങ്ങനെയൊക്കെയാണ് ഇവര് ഹെൽപ്പ് ചെയ്തതെന്നാണ് നമ്മൾ പറയേണ്ടത്. സോ ഇറ്റ് ഈസ് ഓൺലി എ ഡിസ്കഷൻ മാത്രമേ ഉള്ളൂ. നോട്ട്സ് ഒന്നും എഴുതൊന്നും വേണ്ട. ഇതിന്റെ എങ്ങനെയാണ് ഇവര് ഹെൽപ്പ് ചെയ്തതെന്ന് ജസ്റ്റ് സ്പീക്ക് ചെയ്താൽ മതി. ഓക്കെ, സ്പീക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ, ഫസ്റ്റ് വൺ, ഡോക്ടർ ലോസ്ബേൺ. ഹൗ ഡിഡ് ഡോക്ടർ ലോസ്ബേൺ ഹെൽപ്പ് ഒലിവർ? ഒലിവറിനെ ഡോക്ടർ ലോസ്ബേൺ എങ്ങനെയാ ഹെൽപ്പ് ചെയ്തത്? യു ക്യാൻ സേ ഇറ്റ് ഇൻ യുവർ ഓൺ വേർഡ്സ്. ടെക്സ്റ്റ് ബുക്കിലൊന്നും നോക്കണ്ട. ഡോക്ടർ എന്ത് ഹെൽപ്പാണ് ഒലിവറിന് ചെയ്തു കൊടുത്തത്? എനിവൺ? സ്റ്റോറി നമ്മൾ പഠിച്ചതല്ലേ? പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. എന്ത്? പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. Yes, he made a new story in order to protect this boy from police. Yes. Then one more thing is there. ഒരു കാര്യം കൂടി ചെയ്തിട്ടില്ല. എന്താ മെയിൻ ആയിട്ടുള്ള കാര്യം? എന്താ? അവനെ ശുശ്രൂഷിച്ചു. യെസ്, അത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഡോക്ടർ treated this Oliver, isn't it? He gave proper care and medicine to Oliver. That is the help by doctor to Oliver. Then next one, Mrs. Mailey. How did Mrs. Mailey help Oliver? Mrs. Mailey എങ്ങനെയാ ഒലിവറിനെ സേവ് ചെയ്തത്? Think and answer. How did Mrs. Mailey protect Oliver? മിസ്സിസ് മെയിലി എങ്ങനെയാണ് ഒലിവറിനെ പ്രൊട്ടക്ട് ചെയ്തത്? തിങ്ക് ആൻഡ് ആൻസർ. ഒന്ന് ആലോചിച്ച് നോക്കി എങ്ങനെയാന്ന്. സ്പ്രിംഗ് സീസണില് ഫ്ലവർ ഒക്കെ കാണിക്കാറുണ്ട്. Okay, we can say that she gave shelter. അവനൊരു വീട് കൊടുത്തില്ലേ?
അവനെ അവരുടെ കൂടെ കൂട്ടിയില്ലേ? യെസ്. പിന്നെ എന്ത് ചെയ്തു? ഷീ കോൾഡ് ഡോക്ടർ, isn't it? ഡോക്ടറിനെ വിളിച്ചില്ലേ? ഷീ കോൾഡ് ഡോക്ടർ ആൻഡ് ഗീവ് പ്രോപ്പർ ട്രീറ്റ്മെന്റ് ഫോർ ദിസ് ബോയ്. Okay, that's the way this lady, Mrs. Smaley, helped this boy. Then next one, Miss Rose. Miss Rose, how does Miss Rose helped Oliver? എനിക്ക് പറ്റുന്നെങ്കിൽ സഹായിക്കാന്ന് പറഞ്ഞു. ഏത്? Please repeat. Aaron. Okay, ഒന്നും കൂടി പറയൂ ആരോൺ. ഞാൻ ഒലിവറിനെ പറ്റുന്നത്രയും സഹായിക്കാന്ന് പറഞ്ഞു. Yes, this Miss Rose was ready to help Oliver, or she takes care of Oliver. Oliverനെ നന്നായിട്ട് നോക്കിയില്ലേ Miss Smaley? That is a big help, isn't it? She cared Oliver very much. That's a big help. Okay. Then next one, Mr. Giles. How did this Mr. Giles save or protect Oliver? Mr. Giles എങ്ങനെയായിരുന്നു ഹെൽപ്പ് ചെയ്ത്? How did Mr. Giles protect Oliver or save Oliver? ഗൈൽസ് എന്താ ചെയ്തത്? പോലീസ് വന്നപ്പോ ഗൈൽസ് എന്ത് ചെയ്തു? പോലീസ് വന്നപ്പോ ഇവൻ രക്ഷിക്കാൻ വേണ്ടി ഗണ്ണ് വെച്ച് കളിച്ചപ്പം ബ്ലഡ് വന്നതാ പറഞ്ഞു. Yes, this guy said a story, created story or fake story. Okay, ഒരു fake story പറഞ്ഞിട്ട് എന്ത് ചെയ്തു? He protected Oliver from police. Okay, these are the helps done by these people. Okay, this is only a discussion. Got it? Yes. Yes. Then take page number 10 and you can see some boxes. Number the boxes 1 to 5 in the sequence in which the events takes place in the story. Okay, so your duty is to number the boxes in proper order. Arrange the boxes according to the order in which the events take place. Okay, ഈ ഈവൻസ് നടന്നതിനനുസരിച്ച് ഈ ബോക്സിനെ അറേഞ്ച് ചെയ്യുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. You can see some events. The ladies feel sorry for Oliver. Oliver leaves Mrs. Smaley's house for 3 months. The doctor comes to see Oliver. The doctor takes the ladies to meet Oliver. The doctor suggests they tell the police that Oliver has hurt himself accidentally. Okay, this is the incident, so you should number it correctly. First വരുന്ന ഏതായിരിക്കും? First, The doctor comes to see Oliver. yes, that is the first one, so you can mark it as 1 around എഴുതി വെക്കുക. Write the 1, write 1 on that circle. The doctor comes to see Oliver. The doctor comes to see Oliver. That is the first one. Then which one will be the second? The doctor takes the ladies to meet Oliver. Yes, the doctor takes the ladies to meet Oliver. Okay, the doctor takes the ladies to meet Oliver. Then next one, which one will be the third one? Third one is the lady feels sorry for Oliver. Yes, very good. The ladies feel sorry for Oliver. Okay, the ladies feel sorry for Oliver. Then fourth one, which one will be the fourth one? the doctor accidentally. Okay, the doctor suggests they
tell the police that the Oliver was hurt himself accidentally. That is the fourth one. You can mark it as 4. Then fifth one. Last one ഏതായിരിക്കും? Oliver lives at Mrs. Mary's house for 3 months. Yes, Oliver lives at Mrs. Mayley's house for 3 months. That is the last one. Okay. Got it? എല്ലാം കിട്ടിയോ എല്ലാവർക്കും? Yes. Yes. Then we are moving to the next activity, worksheet. Tick the correct answers. Mrs. Mayley and Rose were surprised when they saw the thief because he was, എന്താണ് അതിന്റെ ആൻസർ? Just a child, because he was just a child. Okay. The next one, Dr. Losbern had come to Trade boy. treat the injured boy. Not trade, treat. Treat the injured boy. Dr. Losbern had come to treat the injured boy. Okay. Then third one, the two ladies decided to keep Oliver with them because they wanted to give him a happy life. yes, wanted to give him a happy life. Wanted to give him a and Rose. Teacher range വേണം. ഒന്നാമത്തെ ഓക്കെ നമ്മളിപ്പോ ഡി ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ ഫസ്റ്റ് ആൻസർ ജസ്റ്റ് എ ചൈൽഡ്, അതിനൊരു ടിക്ക് ചെയ്യുക. ജസ്റ്റ് എ ചൈൽഡ്. Then സെക്കൻഡിന്റെ ആൻസർ ട്രീറ്റ് ദ ഇൻജേർഡ് ബോയ്. ട്രീറ്റ് ദ ഇൻജേർഡ് ബോയ്. ദാറ്റ് ഈസ് ദ ആൻസർ ഫോർ സെക്കൻഡ് വൺ. ഓക്കെ. Then third one, wanted to give him a happy life. Yes. Yes, Ameya. That is correct. Yes. Okay. Then next one, who spoke these lines and to whom? What did the speakers mean? You can see some lines here, so you should answer who spoke these words to whom. First one is an hour and 30 minutes, ma'am. ഇത് ആരോട് പറഞ്ഞു എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. Mrs. Gill. മിസ്സിസ് ഗിൽസ് ആണോ? Mr. Gill. ആര് പറഞ്ഞതാണ്? Gill. Yes. So you can write there, Mrs. Giles said these words to Mrs. Mayley. Mrs. Giles said these words to Mrs. Mayley. ജസ്റ്റ് അവിടെ ഒന്ന് എഴുതി വെച്ചാൽ മതി. അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. ആരോട് പറഞ്ഞു എന്ന് മാത്രം എഴുതിയാൽ മതി. മിസ്റ്റർ ഗൈൽസ് ടു മിസ്സിസ് മെയ്ലി. ഓക്കെ. ജസ്റ്റ് ഒന്ന് പെൻസിൽ വെച്ച് എഴുതി വെച്ചാൽ മതി. മിസ്റ്റർ ഗൈൽസ് സെഡ് ദീസ് വേർഡ്സ് ടു മിസ്സിസ് മെയ്ലി. ഓക്കെ, ഗോട്ട് ഇറ്റ്? Yes. എല്ലാരും എഴുതിയോ? Yes. Yes. ഒന്നും കൂടി ഞാൻ പറയാം. മിസ്റ്റർ ഗൈൽസ് സെഡ് ദീസ് വേർഡ്സ് ടു മിസ്സിസ് മെയ്ലി. ഓക്കെ അല്ലേ? Yes. Then second one, have you seen this thief? Have you seen this thief? Dr. Losbern. Yes, Dr. Losbern ആരോട് പറഞ്ഞതാണ്? Two ladies. Yes, Dr. Losbern said these words to the ladies. Dr. Losbern. Losbern സ്പെല്ലിംഗ് നോക്കി എഴുതണം. Dr. Losbern said these words to Mrs. Mayley and Miss Ross.
Dr. Losburn said these words to Do not let them sell. Mrs. Maylie and Miss Rose. Okay. Then next one. Don't let them send this boy to prison. Who said these words? Don't let them. Miss Rose. Miss Rose to Miss Rose ആരോട് പറഞ്ഞതാണ്? Old lady. Mrs. Maylie. Yes, Mrs. Mayliയോട് പറഞ്ഞതാണ്. Miss Rose said these words to Mrs. Maylie. മൂന്നാമത്തേത് Miss Rose said these words to Mrs. Maylie. Miss Rose said these words to Mrs. Maylie. അറിയില്ല. Okay, എഴുതിയോ? Yes. Then next one, fourth one. They will do as I tell them. ഇതാര് പറഞ്ഞതാ? They will do as I tell them. Mrs. Maylie. Yes, Mrs. Maylie ആരോട് പറഞ്ഞതാ? Dr. Losburn. Yes, Mrs. Maylie said these words to Dr. Losburn. അവിടെ just മാർക്ക് എഴുതി വെച്ചോ. Mrs. Maylie said these words to Dr. Losburn. Mrs. Maylie said these words to Dr. Losburn. Okay. Okay. Then next one, fifth one. If we find him innocent, we will help him. അതാര് പറഞ്ഞതാ? Dr. Losburn. Yes, Dr. Losburn ആരോട് പറഞ്ഞതാ? Mrs. Maylie. Mrs. Mayliയോട് മാത്രമാണോ? Mrs. Maylie and Miss Rose. Okay. Dr. Losburn said these words to Mrs. Maylie and Miss Rose. Dr. Losburn said these words. Dr. Losburn said these words to Mrs. Maylie and Miss Rose. കിട്ടിയോ? Yes, Miss. Okay, എല്ലാരും എഴുതിയോ? Yes. Okay. So, any doubt? എന്തെങ്കിലും doubt ഉണ്ടോ? No. So now we can wind up our class. We can continue our class in next period. Okay. Next class. നമുക്ക് നാളെ ഉണ്ടാവില്ല. Maybe on Friday ഉണ്ടാവുമായിരിക്കും. അപ്പൊ നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. Okay. Okay, Miss. Okay. Thank you. Bye. Thank you. Thank you, Miss. Thank you. Thank you, Miss. Thank you. Bye, Miss. Bye.